വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 19 തീയതി മെയ് മാസം തിങ്കളാഴ്ച രാവിലെ 7:42 വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ ലെവൽസൊക്കെ അക്യുറസി നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, റെഗുലറായിട്ട് നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഇട്ടോളൂ. ഈ പറയുന്ന 2 കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനെ സംഭവിക്കുമ്പം ഇതൊക്കെ നോട്ട് ചെയ്യാറുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോട്ട് ചെയ്യുക. ഇത് 99% ഉറപ്പ് തരികയാണ്. ഒരു വീഡിയോയിലും യാതൊരു ട്രേഡറും പറഞ്ഞു തരുന്നതല്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതും കാണേണ്ടതും കണ്ണ് തുറന്ന്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ചാടി കയറുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിന് ശേഷവും പ്രോഫിറ്റ് മുകളിലോട്ട് പോകുന്നത് കണ്ടാൽ വീണ്ടും ചാടി കയറുക, വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കുക, വീണ്ടും അതിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പം കയറുക, ലോസിലോട്ട് വരിക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഓവർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ്. ഇതിനകത്ത് ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ 95% ആൾക്കാരും ഇത് റെഗുലറായിട്ട് ചെയ്യുന്നത് കാണാം. അതുകൊണ്ടൊക്കെയാണല്ലോ ഈ ബ്രോക്കറേജ് കമ്പനീസൊക്കെ, അപ്സ്റ്റാക്സും അല്ലെങ്കിൽ സിറോദയം പോലുള്ള ബ്രോക്കറേജ് കമ്പനിയൊക്കെ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്യാം. ഓക്കെ, നമ്മൾ തിരിച്ച് കാര്യത്തിലോട്ട് വരാം. ഇത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് നോക്കുക. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ പറയാം. ഈ ദിവസം കണ്ടോ, അതായത് ഈ അപ്പ് മൂവ് വന്നേക്കുന്ന 15 തീയതി മെയ് മാസം, ഓക്കെ, കഴിഞ്ഞ വ്യാഴാഴ്ച. ഓക്കെ, ഇത് കണ്ടോ, ഈ 2 ക്യാൻഡിൽ 15 മിനിറ്റിൻ്റെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാൻഡിൽ അതായത് 13:30, ഏകദേശം 1:30 ഇത് ലോ അതായത് ഓപ്പൺ ഇസിക്വൽ ടു ലോ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ നടന്നു. ഈ ക്യാൻഡിലുണ്ടോ 24,942 ഓപ്പൺ ലോയും 24,942 അതിൻ്റെ ഓപ്പൺ ഇസിക്വൽ ടു ലോ. എന്നിട്ട് വെരി നെക്സ്റ്റ് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലുണ്ടോ, അടുത്ത ക്യാൻഡിൽ 25,015 25,015 ഓപ്പൺ ഇസിക്വൽ ടു ലോ. ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പ്രീവിയസ് ക്ലോസിനും അടുത്ത ക്യാൻഡിലിൻ്റെ ഓപ്പണിനും ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതുതന്നെ ഈ 1:30 15 മിനിറ്റിൻ്റെ ക്യാൻഡിലും 1:45 15 മിനിറ്റിൻ്റെ ക്യാൻഡിലിനും അതേ സ്വഭാവ സവിശേഷതകളാണ് നടന്നത്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസിനും അടുത്ത ക്യാൻഡിലിൻ്റെ ഓപ്പണും ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ക്ലോസ് ഉണ്ടോ, ഇതിൻ്റെ ക്ലോസ് 25,011. അപ്പോൾ ഒരു 4 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വ്യാഴാഴ്ചയാണ്, ഉച്ചയ്ക്ക് ശേഷമാണ്, മുകളിലോട്ടാണ് പോയത്. നോട്ട് ചെയ്തോളൂ, ഇതൊക്കെ നോട്ട് ചെയ്തോളൂ. വ്യാഴാഴ്ച എന്താണ്? എക്സ്പയറിയാണ് അല്ലേ? അപ്പം ഈ ലെവലിൽ, ഈ എക്സ്പയറി ദിവസങ്ങളിൽ ഈ ലെവൽ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ 25,000 മുകളിൽ എന്താണ്, നിഫ്റ്റി ഫ്യൂച്ചർ പോകാൻ സാധ്യതയില്ല. ഫ്യൂച്ചറാണ്, അവിടെയാണ് ട്രേഡ് നടക്കുന്നത്, അവിടെയാണ് ഹെഡ്ജിങ് നടക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് നല്ല സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഓപ്ഷൻ ബയറായിട്ട് ലോങ് ടേമിൽ നിൽക്കാൻ പറ്റും. ഇതൊക്കെ നോട്ട് ചെയ്യുക. വ്യാഴാഴ്ചയാണ്, എക്സ്പയറി ഡേ ആണ്. ഈ സെല്ലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് വേണം നോക്കാൻ. കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് സെല്ലറുമാണ്, ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, അതായത് ഞാൻ ഓപ്ഷൻ ബയറാണ്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലറാണ്. ഇവർ ഉച്ചയ്ക്ക് 12:30 വരയ്ക്ക് അവർ നോക്കി, പിന്നെ അവർക്ക് സംഭവം പിടികിട്ടി ഇത് നിഫ്റ്റി ഫ്യൂച്ചർ 25,000 ക്രോസ് ചെയ്യും. വലിയ ടീംസാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇതിന് മുന്നേ ഉള്ള ഇതിൽ കയറി ഹെഡ്ജ് ചെയ്ത്, അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് എന്നൊക്കെ പറയും, കുറേ പരിപാടികളുണ്ട് ഇതിനകത്ത്. ഇത് നിങ്ങൾ വിചാരിക്കുന്നല്ലേ ഓപ്ഷൻ സെല്ലിങ് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. ഓപ്ഷൻ ബൈയിങ് ആണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം. കയറുക, പ്രോഫിറ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് കിട്ടുക, എടുക്കുക, ഇറങ്ങുക. ഈ ഗ്യാപ്പ് വരുന്നത് ഇവർ അടുത്തടുത്ത സ്ട്രൈക്ക് പ്രൈസിൽ കയറി ഇവർ സെല്ല് ചെയ്യുകയോ, അല്ലെങ്കിൽ അടുത്തടുത്ത സ്ട്രൈക്ക് പ്രൈസിൽ കയറി ഇവരുടെ സ്ക്വയർ ഓഫ് ചെയ്യും, ജമ്പ് ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്യും. ജമ്പ് ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ അവർക്ക് വളരെ
വലിയൊരു നഷ്ടത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും ഓപ്ഷൻ സെല്ലിങ്ങിന്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ആക്ടിവിറ്റീസ് നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റും. ഇത് ചാർട്ടിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം വേറെ ഒരു ഇതിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതേപോലെ ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൽ നമുക്കിത് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് MDH എന്ന് പറഞ്ഞാൽ മൾട്ടി ഡേ ഹൈ ആണ്. അത് ശ്രദ്ധിക്കുക. മൾട്ടി ഡേ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഒരേ സമയത്ത് ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരേ സമയത്ത് നിഫ്റ്റി സ്പോട്ടും നിഫ്റ്റി ഫ്യൂച്ചറും ബ്രേക്ക് ചെയ്യണം. ഒരേ സമയത്ത് നിഫ്റ്റി ഫ്യൂച്ചറും നിഫ്റ്റി സ്പോട്ടും ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഓപ്ഷൻ പ്രീമിയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന ദിവസങ്ങളിലേക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഇന്ന് വരുന്ന ദിവസങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. സോ മൾട്ടി ഡേ ഹൈ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ 25,000 അവിടെ ഒരു ലോയും പ്രീവിയസ് ഡേ ലോയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 155 രൂപയാണ്. 155 ആണ് ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ഗിഫ്റ്റ് നിഫ്റ്റി അനുസരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 70 പോയിൻറ്റിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ക്ലോസിൽ നിന്ന് 70 പോയിൻറ്റിൻ്റെ താഴെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു താഴോട്ടുള്ള ഒരു ഓപ്പണാണ്. എങ്കിലും താഴോട്ട് വലുതായിട്ട് നോക്കുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.